ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ എടുത്തു പറയത്തക്ക പെർഫോമൻസ് ആണ് റിലയൻസ് ADAG ഗ്രൂപ്പിലെ സ്റ്റോക്കുകൾ കാഴ്ചവെച്ചത്. അതായത് റിലയൻസ് അനിൽ ധീരുഭായി അംബാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകൾ. റിലയൻസ് ഹോം ഫിനാൻസ്, റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ, റിലയൻസ് പവർ തുടങ്ങിയ സ്റ്റോക്കുകളിലെല്ലാം തന്നെ ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. റിലയൻസ് ഹോം ഫിനാൻസ് 10% ഉയർന്ന് ₹3.63, റിലയൻസ് പവർ 18% ഉയർന്ന് ₹52.82, റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ 10% ഉയർന്ന് ₹311 അടുത്തും ക്ലോസിംഗ് നൽകി. ഇന്ന് റിലയൻസ് ADAG ഗ്രൂപ്പിലെ സ്റ്റോക്കുകളിൽ വന്ന ബൈയിങ് മൊമെൻറ്റത്തിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തേത് റിലയൻസ് ഇൻഫ്ര. റിലയൻസ് ഡിഫൻസിൻ്റെ പേരൻ്റ് കമ്പനിയാണ്. റിലയൻസ് ഡിഫൻസ് എന്ന കമ്പനി റെയിൻ മെറ്റാൽ AG എന്ന കമ്പനിയുമായി ചേർന്ന് തന്ത്രപ്രധാനമായ ഒരു പാർട്ട്ണർഷിപ്പിൽ ഒപ്പുവെച്ചതിൻ്റെ ഇമ്പാക്റ്റാണ് റിലയൻസ് ഡിഫൻസിൻ്റെ പ്രൊമോട്ടർ കമ്പനിയായ റിലയൻസ് ഇൻഫ്ര എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. ഫ്രാൻസിലെ ദാസാൾട്ട്, തെയിൽസ് തുടങ്ങിയ ഏവിയേഷൻ ഗ്രൂപ്പുകളുമായുള്ള ഡീലിന് ശേഷം അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിന് ശേഷം റിലയൻസ് ഡിഫൻസിൻ്റെ ഏറ്റവും മൂല്യമുള്ള മറ്റൊരു ഡീലായിട്ടാണ് റെയിൻ മെറ്റാൽ AGയുമായിട്ടുള്ള ഡീലിനെ കണക്കാക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നിരിക്കുന്നത്. ഈ ഒരു ഡീലിൻ്റെ പശ്ചാത്തലത്തിൽ മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ കമ്പനി ഒരു ഗ്രീൻഫീൽഡ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് കൂടി സ്ഥാപിക്കുന്നുണ്ട്. 2029 ഇന്ത്യയുടെ ഡിഫൻസ് എക്യുപ്മെൻറ്റ് എക്സ്പോർട്ട് 50,000 കോടിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ള ടാർഗറ്റാണ് റിലയൻസ് ഡിഫൻസിനുള്ളത്. കൂടാതെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് കൂടി വരാൻ പോവുകയാണ്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നുള്ള പ്രതീക്ഷയും മാർക്കറ്റിനുണ്ട്. മറ്റൊരു സ്റ്റോക്ക് റിലയൻസ് പവറാണ്. റിലയൻസ് പവർ എന്ന സ്റ്റോക്കിൽ ഇന്ന് മികച്ച ബൈയിങ് മൊമെൻറ്റം വന്നിട്ടുണ്ട്. റിലയൻസ് പവർ ₹33 പെർ ഷെയർ എന്ന റേറ്റിൽ 1.33 കോടി ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയറുകൾ സെയിൽസ് ചെയ്ത് ഏകദേശം ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് റിലയൻസ് പവർ എന്ന കമ്പനി റോയൽ ഭൂട്ടാൻ ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയായ ഡ്രൂക്ക് ഹോൾഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡുമായി ചേർന്ന് ഒരു പ്രധാന ഡീലിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. 500 മെഗാവാട്ട് ശേഷിയുള്ള ഭൂട്ടാൻ്റെ ഏറ്റവും വലിയ സൗരോർജ്ജ പദ്ധതി സെറ്റപ്പ് ചെയ്യുക എന്നുള്ള ടാർഗറ്റാണ് അല്ലെങ്കിൽ ഒരു ഡീലാണ് റിലയൻസ് പവർ എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. 2024 റിലയൻസ് പവറും റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും സംയുക്തമായി പ്രൊമോട്ട് ചെയ്യുന്ന റിലയൻസ് എൻ്റർപ്രൈസസ് എന്ന കമ്പനി ഭൂട്ടാനിലെ സൗരോർജ്ജ ജലവൈദ്യുത പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയും DIH അതായത് ഡ്രൂക്ക് ഹോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു ഡീലിൽ ഒപ്പുവെച്ചിരുന്നു. 2,000 കോടി രൂപയുടെ ഒരു ബിൽഡ് ഓൺ ഓപ്പറേറ്റ് പദ്ധതിയാണ് ഈ രണ്ട് കമ്പനികളും ചേർന്ന് നടപ്പിലാക്കാൻ പോകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് റിലയൻസ് പവർ എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. റിലയൻസ് പവർ എന്ന കമ്പനി ക്ലീൻ എനർജി സെക്ടറിലെ ഒരു കമ്പനിയാണ്. സോളാർ പവറിനോടൊപ്പം BESS അതായത് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഈ കമ്പനി ഇന്ത്യയിലെ തന്നെ സോളാർ പ്ലസ് BESS സെക്ടറിലെ ഏറ്റവും മികച്ച കമ്പനിയായി മാറിയിട്ടുമുണ്ട്. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിലും പെർഫോമൻസ് പ്രകടമായിരുന്നു. 397 കോടി രൂപയുടെ ലോസ് ആയിരുന്നു കഴിഞ്ഞ വർഷം Q4 കമ്പനി റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ അത് 126 കോടി രൂപയുടെ പ്രോഫിറ്റായി ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ റവന്യൂവിൽ ചെറിയ രീതിയിലുള്ള ഇടിവ് വന്നെങ്കിലും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഇടിഞ്ഞത് കമ്പനിയെ പ്രോഫിറ്റബിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും റിലയൻസ് ADAG ഗ്രൂപ്പിലെ സ്റ്റോക്കുകൾ, പ്രത്യേകിച്ചും റിലയൻസ് ഇൻഫ്ര, റിലയൻസ് പവർ പോലുള്ള സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഡിഫൻസ് സെക്ടറിലെ തന്നെ മറ്റൊരു കമ്പനിയായ BEMLൻ്റെ ക്വാർട്ടർലി റിസൾട്ടും ഇന്ന് പുറത്തു വന്നു. മിനിരത്ന PSU കമ്പനിയായ BEMLൻ്റെ നെറ്റ് പ്രോഫിറ്റ് 12% വർദ്ധിച്ച് 286 കോടിയിൽ നിന്നും 287 കോടിയിലേക്ക് എത്തുകയും കൺസോളിഡേറ്റഡ് റവന്യൂ 9% വർദ്ധിച്ച് 1,513 കോടിയിൽ നിന്നും 1,652 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. സീക്വൻഷ്യലി ബേസിസിൽ BEMLൻ്റെ റവന്യൂവിൽ വർധനവുണ്ടായിട്ടുണ്ട്. BEMLൻ്റെ റവന്യൂ 89% സീക്വൻഷ്യലി വർദ്ധിച്ചിരിക്കുന്നത്. ഏകദേശം 14,610 കോടി രൂപയുടെ ഓർഡർ ബുക്ക് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ 4,233 കോടി രൂപയുടെ ഓർഡർ കമ്പനി ഈ വർഷം എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ BEML എന്ന സ്റ്റോക്കിനെയും വരുന്ന തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്കിൻ്റെ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ 3000-നടുത്ത് സ്ട്രോങ് സപ്പോർട്ടുണ്ട്. അതേസമയം സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് ഹൈ അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ 5,500 ആണ്. സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക 4,000, 4,450 തുടങ്ങിയ ലെവലുകളാണ്.
5,500 രൂപ വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് 2,500 വരെ ഇടിയുകയും അവിടെ നിന്നും ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം 3,000 മുകളിൽ സ്റ്റോക്ക് 4 ആഴ്ച കൺസോളിഡേറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഒരു ബ്രേക്കൗട്ട് വന്ന് സ്റ്റോക്ക് 3,700 ട്രേഡ് ചെയ്യുന്നു. ഈ ആഴ്ച സ്റ്റോക്കിലൊരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ 3,500 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കും. 3,000 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. ഹയർ സൈഡിലേക്ക് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ 4,480 ആയിരിക്കും പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.